ഋതുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിൻ്റെ ട്രഡീഷണൽ സ്കിൻ കെയർ റെസിപ്പികൾ ഫോളോ ചെയ്യണമെന്നുള്ളതാണ്. ഇത് കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത്, നമുക്ക് വേൾഡ് വൈഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഫോറിൻ ബ്രാൻഡ്സ് ഉണ്ട്, ലോക്കൽ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഋതു എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്ത് പ്രത്യേകതയാണ്, എന്താണ് അവർ തമ്മിലുള്ള ഡിഫറൻഷിയേഷൻ, അത് ഒന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ ഋതുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിൻ്റെ ട്രഡീഷണൽ സ്കിൻ കെയർ റെസിപ്പികൾ ഫോളോ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പല ഇൻ്റർനാഷണൽ ട്രെൻഡുകളും ഫോളോ ചെയ്യും, വേറെ പല ക്ലൈമറ്റിന് വേണ്ടി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം നമുക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് ഇല്ല, എങ്ങനത്തെ പ്രോഡക്റ്റ്സാണ് നമുക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു ക്ലൈമറ്റിന് മാച്ച് ആവുന്ന ലോക്കലി സോഴ്സ്ഡ് ആയിട്ടുള്ള ഹെർബൽ ഇൻഗ്രീഡിയൻസ് വെച്ച് എന്നാൽ പുതിയ ജനറേഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഫോമിൽ ആ ഒരു പ്രസൻറ്റേഷനിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഋതു മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രഡീഷണൽ മീറ്റ് സയൻസ് എന്നുള്ളതാണ് ഋതുവിൻ്റെ ഒരു USP. ശരിക്കും ട്രഡീഷണൽ ഫോർമുല സയൻറ്റിഫിക് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നു. ഇത് കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത്, മോഡേൺ ഫോർമുലേഷൻ ആയതുകൊണ്ട് ഇൻ്റർനാഷണലി ആർക്ക് വേണമെങ്കിൽ, ഇപ്പോൾ നമുക്ക് വേൾഡ് വൈഡ് കസ്റ്റമേഴ്സ് ഉണ്ട്, അവിടെ ആർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം മോഡേൺ ഫോർമുലേഷനാണ്, ബോഡി ലോഷൻസും സിറംസും ഒക്കെയാണ് പോകുന്നത്. പക്ഷേ ബേസ് കേരളത്തിൻ്റെ ട്രഡീഷണൽ ഇതുമാണ്. അപ്പോൾ ഒരേ സമയം വളരെ ലോക്കലായിട്ടുള്ള വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റേഞ്ചുമാണ്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗ്ലോബൽ പ്രസൻറ്റേഷനുമാണ്. അതാണ് ശരിക്കും ഋതുവിനെ മാറ്റി നിർത്തുന്നത്.